ഈ ചേച്ചി പറയുവാണേ, ഈ ഇരിക്കുന്ന കാച്ചിൽ കൊണ്ട് ഓംലെറ്റ് അടിച്ചു തരാം. കാച്ചിൽ കൊണ്ട് ഓംലെറ്റോ? എന്നാ പിന്നെ ഈ ആഫ്രിക്കൻ ഡിഷ് ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം. ചേച്ചിയുടെ കാച്ചിലൊക്കെ നന്നായി ചെത്തി മിനുക്കി ഒരച്ചെടുക്കാൻ തുടങ്ങി. കാച്ചിൽ ഒരച്ചാലുള്ള അവസ്ഥ അറിയാമല്ലോ, മൊത്തത്തിൽ ഒരു വഴുവഴുപ്പായാലും കൊഴുകൊഴുപ്പായാലും നിമിഷ നേരം കൊണ്ട് ചേച്ചിയുടെ കാച്ചിൽ ഒരച്ച് സെറ്റാക്കി അതിലേക്ക് 3 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു. തൊട്ടപ്പുറത്തിരിക്കുന്ന ഉരലിലേക്ക് ഒരു ഉള്ളി അങ്ങോട്ട് അരിഞ്ഞിട്ട് കുറച്ച് പച്ചമുളക് ഇട്ട് നന്നായിട്ട് ഇടിച്ച് സെറ്റാക്കി അങ്ങോട്ട് മാറ്റി വെച്ചു. എന്നിട്ട് അവിടെ പ്ലാസ്റ്റിക്കിൽ കെട്ടി വെച്ചിരുന്ന ഒരു കെട്ട് ചാർക്കോൽ എടുത്ത് അടുപ്പിലൊന്ന് മുട്ടിച്ചു. അങ്ങനെ പ്ലാസ്റ്റിക് ഉരുകിയതും ചാർക്കോൽ അടുപ്പിൽ ഇന്ധനം റെഡി. നേരത്തെ ഇടിച്ചു വെച്ചിരുന്ന ഉള്ളിയും മുളകും കൂടി ആ കാച്ചിലോട്ട് ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ചിക്കൻ സോസേജും അരിഞ്ഞിട്ട് മാഗി മസാലയും കൂടി ചേർത്ത് ഞാൻ ചേച്ചിയുടെ അടുത്ത് ചോദിച്ചു, ചേച്ചിയെ ഇത് ഓംലെറ്റ് തന്നെയാണോ ഉണ്ടാക്കുന്നത്? നമ്മുടെ ചേച്ചി പറയുവാണേ, ഇന്ത്യ മാൻ ഓംലെറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാനൊക്കെ ഞാൻ സമ്മതിച്ച്. അവസാനം ഓംലെറ്റ് മേടിച്ചില്ലെങ്കിലാണ് ഇടി കൊള്ളാൻ പോണത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചേച്ചി കാച്ചിലൊന്ന് ആഞ്ഞിളക്കി. എന്നിട്ട് അതിൽ നിന്ന് 1 സ്പൂൺ കോരി നേരെ എണ്ണയിലോട്ട് ഒഴിച്ചു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫൈനൽ റിസൾട്ട് കണ്ടാലുണ്ടല്ലോ, ഇത് കാച്ചിൽ ഓംലെറ്റ് ആണെന്ന് പറയത്തേയില്ല.